ലളിതമായ വരികളിലൂടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഹൃദയം കീഴടക്കിയ പ്രമുഖ കവിയും ബാലസാഹിത്യകാരനുമായ ഇ ജീനന്റെ സാഹിത്യ ജീവിതം 5 പതിറ്റാണ്ട് പിന്നിടുന്നു. മലയാള ബാലസാഹിത്യ രംഗത്ത് തനതായ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ഇന്നും പുതിയ രചനകളുമായി സാഹിത്യ ലോകത്ത് സജീവ സാന്നിധ്യമാണ്. മണപ്പുറത്തിന്റെ സാഹിത്യ പ്രതിഭയായിരുന്ന EVG എന്നറിയപ്പെട്ടിരുന്ന EV ഗോപാലൻ മാസ്റ്ററുടെ മകനായ ജിനൻ ചെറുപ്പം മുതലേ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്നു. ചെറുപ്പത്തിലെ കുറിച്ച് നോക്കി പല കവിത വായിച്ചു നോക്കുമ്പോൾ ഇതുപോലെ എഴുതിയാൽ എങ്ങനെയെന്ന് വിചാരിച്ചിട്ട് എഴുതിയൊന്നും ശരിയായിട്ടില്ല. അച്ഛനെഴുത്തുകാരൻ അച്ഛൻ്റെ കൊടുക്കുമ്പോൾ അച്ഛൻ അത് തിരുത്തും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ അല്ല, അപ്പോൾ അത് ഉപേക്ഷിച്ചു. പിന്നീട് വായന തന്നെയായി. ഒരു ഗ്രാമഫോൺ ഉണ്ടായിരുന്നു. ഗ്രാമഫോണിൽ അച്ഛൻ എഴുതുമ്പോൾ ആ ഡിസ്ക് വെച്ചിട്ട് പാട്ട് വരും. സംഗീതം ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഒരു ചിത്രം മനസ്സിൽ വരും. ആകാശത്തിലേക്ക് പോകാൻ മനസ്സൊക്കെ ആകാശത്തേക്ക് പോയിട്ട് അപ്പോൾ അതുപോലെ ഞാൻ ഭാസ്കരൻ മാഷ കവിതയാണ് അച്ഛൻ പറയുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ആസ്വദിച്ചിട്ടാണ് കവിതയിലേക്ക് വന്നത്. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ പഠനകാലത്ത് കൈയെഴുത്ത് മാസികകളിലൂടെയായിരുന്നു സാഹിത്യയാത്രയുടെ തുടക്കം. തുടർന്ന് നിരവധി സമാന്തര പ്രസിദ്ധീകരണങ്ങളിലൂടെയും ആനുകാലികങ്ങളിലൂടെയും തൻ്റെ രചനകൾ വായനക്കാരിലെത്തിച്ചു. 1975 പ്രസിദ്ധീകരിച്ച ഉണ്ണിക്കിനാവ് എന്ന കവിതയോടെയാണ് സാഹിത്യരംഗത്ത് ശ്രദ്ധേയമായ അരങ്ങേറ്റം. TCV കയ്പമംഗലം.